നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യചിന്തയുടെ ദിവസമാണ്. ഞാൻ ഇന്ന് സാഹിത്യചിന്തയിൽ ഒരു ഒറ്റ ശ്ലോകത്തെ പരിചയപ്പെടുത്തി തരാം. ഈ ശ്ലോകം മഹാകവി വള്ളത്തോൾ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം ഈ ശ്ലോകം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 12 വയസ്സാണ്. സ്കൂളിലൊക്കെ പഠിക്കണ കുട്ടി. അതാണിവിടെ പ്രാധാന്യം. 12ാമത്തെ വയസ്സിൽ കിരാതമൂർത്തിയെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വന്ദന ശ്ലോകമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഈ ശ്ലോകം. കിരാതമൂർത്തി എന്ന് പറയുന്നത് അർജുനനെ പരീക്ഷിക്കാൻ, അർജുനൻ്റെ അഹങ്കാരം തീർക്കുന്നതിന് വേണ്ടിയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും മഹാദേവനും പാർവതീദേവിയും കൂടി കുറവനും കുറത്തി, കാട്ടാളനും കാട്ടാള സ്ത്രീയായിട്ട് കാട്ടിൽ പ്രത്യക്ഷപ്പെടുകയും അർജുനൻ തപസ് ചെയ്യുന്നിടത്ത് ചെന്ന് മറ്റൊരു അമ്പെയ്ത്തിൽ ഞാൻ ഏറ്റവും അഗ്രഗണ്യനാണ്, ഞാനാണ് ദ്രോണരുടെ 1ാമത്തെ ശിഷ്യൻ എന്നൊക്കെയുള്ളൊരു പൊട്ടിക്ക് അഹങ്കാരമുള്ള കാലമായിരുന്നു അർജുനന്. അതിൽ നിന്നൊന്നും മാറ്റം വരുത്താനായിട്ട്, അഹങ്കാരമൊന്ന് തീർക്കാനായിട്ട്, അതേസമയം അർജുനനെ അനുഗ്രഹിക്കാനും കൂടിയായിട്ട് കിരാതം എന്ന് പറയുന്ന ഒരു ആട്ടക്കഥ തന്നെയുണ്ട്. ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ കഥകളി പദമൊക്കെ ചൊല്ലിയാടുന്നൊരു കഥ. മഹാദേവ ക്ഷേത്രങ്ങളിൽ കിരാതം എന്ന് പറയുന്ന ആട്ടക്കഥ പാടി അവതരിപ്പിക്കുന്നത് ഒരു വഴിപാട് പോലെയായിട്ട്, ഒരു മഹാപുണ്യമായിട്ട് കരുതുന്നുണ്ട്. അതാണ് കിരാതമൂർത്തി. കിരാതമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെടുകയും അർജുനൻ അമ്പെയ്ത് വീഴ്ത്തിയ ഒരു പന്നിയെ ഞാനാണ് അമ്പെയ്ത് വീഴ്ത്തിയത്, ഞാൻ അമ്പെയ്ത കിടിയേ എന്നാണ് പറയുന്നത് ആ കഥകളി പദത്തിൽ. അർജുനനും പറയും ഞാനാണ് അമ്പെയ്തത്, കിരാതമൂർത്തി പറയും ഞാനാണ് അമ്പെയ്തതെന്ന്. അമ്പ് രണ്ടും അവിടെ ഈ ഇരയുടെ വേട്ടമൃഗത്തിൻ്റെ ശരീരത്തിൽ ഏറ്റിട്ടുമുണ്ട്. ആരുടെ അമ്പ് കൊണ്ടാണ് വീണതെന്നും ആരുടെ അമ്പാണ് ആദ്യം എത്തിയെന്നുള്ളതിൻ്റെ തർക്കമായിട്ടുള്ള ആ കിരാത ആട്ടക്കഥയിലെ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ രസകരമാണ് കഥകളി കാണുകയാണെങ്കിൽ. ഇങ്ങനെയുള്ള ഈ കിരാതമൂർത്തി ഭാവത്തിൽ പല മഹാദേവ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠയുണ്ട്. വള്ളത്തോൾ മഹാകവി തൻ്റെ 12ാമത്തെ വയസ്സിൽ മഹാദേവനോടുള്ള ഭക്തി കൊണ്ട് കിരാതമൂർത്തിയെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ്. ആ ശ്ലോകമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ ശ്ലോകം ഒന്ന് കേട്ടോളൂ. അദ്ദേഹം മഹാദേവൻ്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ജടാഭാരം, തലയിൽ സർപ്പാലങ്കാരം, കണ്ഠത്തിൽ സർപ്പാലങ്കാരം, തിരുനെറ്റിയിലാണെങ്കിൽ 3ാമത്തെ തൃക്കണ്ണ്, വളരെ മനോഹരമായ കണ്ണുകൾ, നാസിക അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി, ചന്ദ്രക്കല ഉണ്ട് ജടയിൽ, കൈതപ്പൂവ് ചൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആനത്തോലാണ് ഉടുത്തിരിക്കുന്നത്. ഭസ്മക്കുറി വരച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ അലങ്കാരങ്ങളെയൊക്കെ കിരാതമൂർത്തിയായി മാറുകയാണ് ഭഗവാൻ. അപ്പോൾ ആ കിരാതമൂർത്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് വിവരിക്കുന്നത് ഈ ശ്ലോകത്തിൽ. അദ്ദേഹം ആദ്യം കിരാതമൂർത്തി ആയപ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ? പൊട്ടാക്കി ഭാലവട്ടത്തിരുമിഴിജടയേ കെട്ടാക്കി കേതകി പൂവതിനുട വടിവാക്കി പരം ചന്ദ്രഖണ്ഡം മട്ടൊക്കെ തന്നെ മാറി പൃഥയുടെ സുതനായി കാട്ടിലുൾ പൂക്കുജന്യമേട്ട മഹിത കപട കാട്ടാളനെ കൈതൊഴുന്നേൻ. ഇതാണ് ശ്ലോകം. ഇതിനർത്ഥം ഒന്നും നമുക്ക് ചിന്തിക്കാം. പൊട്ടാക്കി ഭാലവട്ടത്തിരുമിഴിയെ, ഭാലം എന്ന് പറഞ്ഞ തിരുനെറ്റി, ആ തിരുനെറ്റിയിലുള്ള 3ാമത്തെ തൃക്കണ്ണ് മഹാദേവൻ്റെ. കിരാതമൂർത്തിയായപ്പോൾ പൊട്ടാക്കി ഭാലവട്ട തിരുമിഴിയെ, 3ാമത്തെ തൃക്കണ്ണ് കിരാതമൂർത്തിയുടെ പൊട്ടെന്ന് വെച്ചാൽ ഗോപി പോലത്തെ പൊട്ട്, നെറ്റിയിൽ തൊടുന്ന തിലകം,
പൊട്ടാക്കി ബാലവട്ട തിരുമിഴി. പിന്നെയോ ജടയേ കേതകി പൂവതിനുടവടിവാക്കി പരം ചന്ദ്രഖണ്ഡം. കേതകി പൂവ് ചൂടാറുണ്ട്. ആ കേതകി പൂവിനെ കേതകി പൂവാക്കി മാറ്റി ചന്ദ്രഖണ്ഡം, ചന്ദ്രക്കല, ഭഗവാന്റെ ശിരസിലുള്ള ചന്ദ്രക്കല കിരാതമൂർത്തിയായപ്പോൾ ഒരു കൈതപ്പൂവായി മാറി തോന്നിക്കുന്ന വിധത്തിലായി. അതാണ് പറയുന്നത് തിരുമിഴി ജടയെ കേതകിപ്പൂ അതിനുട വടിവാക്കി ചന്ദ്രഖണ്ഡം. ചന്ദ്രഖണ്ഡത്തെ, ചന്ദ്രക്കലയെ കൈതപ്പൂ ചൂടിയിരിക്കുന്നത് പോലെ തോന്നുന്ന വിധത്തിൽ ആക്കി മാറ്റി. ഇങ്ങനെ മട്ടൊക്കെ തന്നെ മാറി. മഹാദേവൻ്റെ ആ രൂപം എല്ലാം മാറി. പൃഥയുടെ സുതനായി, പൃഥ എന്ന് പറയുന്നത് കുന്തിദേവിയെയാണ്. അർജുനൻ്റെ അമ്മയാണല്ലോ കുന്തിദേവി. പൃഥ എന്ന ഒരു പേരുകൂടിയുണ്ട് കുന്തിദേവിക്ക്. ആ പൃഥയുടെ മകനുമായിട്ട് കാട്ടിൽ പ്രവേശിച്ച് ജന്യമിടുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. അങ്ങനെ യുദ്ധം ചെയ്ത ആ മഹിത കപട കാട്ടാളൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രൂപിയായി മാറി മഹാദേവൻ. കാട്ടാള രൂപിയാണ്, ശരിക്കും മഹാദേവനല്ലേ. കള്ളത്തരത്തിലൊരു കള്ളവേഷത്തിലൊരു കാട്ടാളനായി. മഹിത കപട കാട്ടാളൻ എന്ന് പറഞ്ഞാൽ നല്ല തിരുമാലിയായിട്ട്, നല്ല കുസൃതിയായിട്ടുള്ള മിട്ടുക്കനായ ഒരു കാട്ടാള രൂപിയായി കാട്ടിൽ പ്രവേശിച്ച് തപസ് ചെയ്തുകൊണ്ടിരുന്ന അർജുനനെ ഒരു കാരണമുണ്ടാക്കി അങ്ങോട്ട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ എന്നിട്ട് നല്ല പൊരിഞ്ഞ യുദ്ധമല്ലേ. യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടും അർജുനൻ ജയിക്കുന്നില്ല. അങ്ങനെ ജയിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അർജുനന് തന്നെ തോന്നുക, മഹാദേവൻ്റെ ഭക്തനായ ഞാൻ നമശിവായ ചൊല്ലിക്കൊണ്ട് ഞാൻ അർച്ചിക്കുന്ന അസ്ത്രങ്ങളൊക്കെ അയക്കണതെല്ലാം ഈ മഹാദേവൻ്റെ പാദങ്ങളിൽ ചെല്ലുമ്പോൾ പുഷ്പങ്ങളായി മാറുകയാണ്. എന്താ ഇത് ഈ കാണുന്നത്? ഞാൻ അയക്കണ അമ്പും വില്ലും കാര്യങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഈ കാട്ടാളൻ്റെ കാൽക്കൽ ചെല്ലുമ്പോൾ പൂവായി മാറണേ. എന്താ അത് കഥ? ഞാൻ എന്താ ഈ ജയിക്കാത്തതെന്ന് കരുതി ഒടുക്കം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ആ കാട്ടാള രൂപത്തിൽ വന്നത് മഹാദേവനാണെന്ന് മനസ്സിലാക്കി. പിന്നീട് ദേവിയും കൂടി വന്ന് കാട്ടാളനും കാട്ടാളത്തെയും കൂടി വന്ന് അർജുനനെ അനുഗ്രഹിക്കുന്നതും അദ്ദേഹത്തിന് പാശുപതാസ്ത്രം നൽകുന്നതുമായ കഥയാണ് കിരാതം കഥ. അത് കഥകളി രൂപത്തിലുണ്ട്, മഹാദേവ ക്ഷേത്രങ്ങളിലുണ്ട്. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഖേദിക്കൊന്നും വേണ്ട, ഇനിയായാലും ഒന്ന് കാണും, നല്ല രസമാണ് കേട്ടോ. എനിക്ക് കിരാതം കഥകളി കാണണം എന്നുള്ള മോഹം ഉള്ളിലുണ്ടായത് കിരാതമൂർത്തിയെപ്പറ്റി വള്ളത്തോൾ മഹാകവി ചെറുപ്രായത്തിൽ എഴുതിയ ഈ ഒരു ശ്ലോകം മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് കേട്ടോ. കീഴിലം ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ അടുത്താണ്. എല്ലാ വർഷവും കിരാതമൂർത്തിയുടെ കിരാതം കഥകളിയുണ്ട് അവിടെ ഉത്സവത്തിന്. നിവൃത്തിയുള്ളതും ഞാൻ അവിടെയാണ് പോയി കണ്ടിരിക്കുന്നത്. കിരാതം കാണാൻ വളരെ രസകരമായ, ഒടുവിലത്തെ ആ മഹാദേവനും പാർവതീദേവിയുമാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് കാണുമ്പോൾ അർജുനൻ്റെ പശ്ചാത്താപത്തോട് കൂടിയിട്ടുള്ളൊരു ചൊല്ലിയാട്ടമൊക്കെ ഉണ്ട്. മകളാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മനസ്താപത്തോടു കൂടിയുള്ള ആ കഥകളിയുടെ ആട്ടങ്ങളും പാട്ടും ഒക്കെ എത്ര രസമാണെന്നറിയാമോ. അത് കാണണമെന്നുള്ള മോഹം നിങ്ങളിൽ ഈ ശ്ലോകം കേൾക്കുമ്പോൾ ഉണ്ടാവുകയാണെങ്കിലോ ഒരാൾക്കുണ്ടായാൽ മതി, ഞാൻ കൃതാർത്ഥയായി. അപ്പോൾ ഞാൻ ഈ ശ്ലോകത്തിലേക്കൊന്ന് പോകട്ടെ. മഹാദേവൻ കിരാതമൂർത്തിയായ മഹാദേവനെ കുട്ടിപ്രായത്തിൽ തന്നെ മഹാകവി വള്ളത്തോൾ സ്തുതിക്കുന്ന ഒരു ഒറ്റ ശ്ലോകമാണ് ഇത്. ഈ ശ്ലോകം ഒന്ന് കേൾക്കും. പൊട്ടാക്കി ബാലവട്ട
തിരുമിഴി ജടയെ കെട്ടാക്കി കേതകി പൂവതിനുട വടിവാക്കി പരം ചന്ദ്രഖണ്ഡം മട്ടൊക്കെ തന്നെ മാറി ഹൃദയുടെ സുതനായി ഉൾപ്പോക്കു കാട്ടിലുൾപ്പൊക്കു ജന്യമിട്ട മഹിത കപട കാട്ടാളനെ കൈതൊഴുന്നേൻ. ശംഭോ മഹാദേവ. ഓം നമ ശിവായ. ഞാൻ ഈ ആഴ്ചയിലെ സാഹിത്യ ചിന്തയായിട്ട് ഈ ഒരു ശ്ലോകത്തെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കൂ ഈ ശ്ലോകവും ഈ കഥയുമൊക്കെ. അവർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ? ഉണ്ടാവും.